ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡീപ് ഫേക്ക് വീഡിയോകളും ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പുകളെ സംബന്ധിച്ച് നിരവധി വാർത്തകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. ഈ തട്ടിപ്പിനിരയാവുന്നവരുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചുള്ള നിരവധി അനുഭവ കഥകൾ നമുക്കറിയാം. ഇതിനിടയിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി വന്നത്. ഈ ഹർജി ലോകത്തെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുള്ള ഒന്നാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടനായിരുന്നു ഹർജിക്കാരൻ. തൻ്റെ വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. തൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അനധികൃതമായി സാധനങ്ങൾ വിൽക്കുന്നു, ശബ്ദം ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നു, അതിനായി വോയിസ് ക്ലോണിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുവെന്നാണ് മോഹൻലാൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. തൻ്റെ പ്രശസ്തിക്കും ബഹുമാനത്തിനും ഹാനികരമാകുന്ന തരത്തിൽ അനുമതിയില്ലാതെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിക്കുന്നു, ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നാണ് മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിനു പുറമെ നർമ്മം, ആക്ഷേപഹാസ്യം എന്നിവയുടെ പേരിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച 50ഓളം ലിങ്കുകളുടെ വിശദാംശങ്ങളും മോഹൻലാൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ കേസിൽ മോഹൻലാൽ കക്ഷി ചേർത്തിരുന്നത് സമൂഹ മാധ്യമ സ്ഥാപനങ്ങളായ മെറ്റ, ഗൂഗിൾ, യൂട്യൂബ് എന്നിവയാണ്. ഈ സമൂഹ മാധ്യമങ്ങൾ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത് കോടതി നിർദ്ദേശിച്ചാൽ മോഹൻലാൽ പറഞ്ഞ ഈ ലിങ്കുകളും മറ്റും മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നതാണ്. എന്നാൽ തൻ്റെ ഹർജിയിൽ മോഹൻലാൽ ഒരു കാര്യം കൂടി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നായിരുന്നു ആ ആവശ്യം. തുടർന്ന് കോടതി മോഹൻലാലിനോട് പറഞ്ഞത് ഈ തട്ടിപ്പുകാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുവാനായിരുന്നു നിർദ്ദേശിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു അപേക്ഷ ഫയൽ ചെയ്യുവാൻ മോഹൻലാലിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ നൽകുന്ന പുതിയ അപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കുവാനാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതെന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഡൽഹി ഹൈക്കോടതിയിൽ വിശദമായ വാദം നടന്നിരുന്നു. സമൂഹ മാധ്യമ സ്ഥാപനമായ മെറ്റയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് മോഹൻലാൽ ആരോപിച്ചിരിക്കുന്ന ഈ ലിങ്കുകളിൽ പലതും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി ഹൈക്കോടതിക്ക് ഈ കേസ് കേൾക്കാൻ കഴിയില്ല എന്നതാണ്. നിയമപരമായ അവകാശം ഇല്ല എന്നായിരുന്നു മെറ്റയുടെ വാദം. പക്ഷേ ഡൽഹി ഹൈക്കോടതി ആ വാദം അംഗീകരിച്ചില്ല. മോഹൻലാൽ എന്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ചോദിച്ചാൽ, മുമ്പ് സമാനമായ ആവശ്യവുമായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച അമിതാഭ് ബച്ചൻ, അനിൽ കപൂർ തുടങ്ങിയവർക്കൊക്കെ അനുകൂല ഉത്തരവാണ് കോടതിയിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ടാണ് മോഹൻലാലും കേരള ഹൈക്കോടതിയെ സമീപിക്കാതെ ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ നിന്നൊരു ചലച്ചിത്ര താരം ഈ ആവശ്യം ഉന്നയിച്ച് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഏതായാലും മോഹൻലാലിൻ്റെ ഈ പാത മറ്റ് ചില ചലച്ചിത്ര താരങ്ങളും പിന്തുടരാനാണ് സാധ്യത. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, മോഹൻലാലിൻ്റെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തിയവർ സൂക്ഷിക്കുക. നിങ്ങൾക്കെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ നടപടി താമസിയാതെ തന്നെ ഉണ്ടാകും.